വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പോകാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാൻ പദ്ധതിയിട്ട 3 പേർ ബീഹാറിൽ പിടിയിലായിരിക്കുകയാണ്. വിദേശ ഭീകര സംഘടനകളുമായി പ്രതികൾക്ക് ബന്ധമുണ്ടെന്നാണ് സൂചന. സ്ഫോടക വസ്തുക്കളും തന്ത്രപ്രധാന സ്ഥലങ്ങളുടെ മാപ്പുകളും പോലീസ് ഇവരിൽ നിന്നും കണ്ടെടുത്തു. ബീഹാറിലെ പട്ന, ഭൂഗർഭ എന്നീ മേഖലകൾ പ്രധാനമന്ത്രി സന്ദർശിക്കുന്നതിന് മുന്നോടിയായി സുരക്ഷാ ഏജൻസികൾ നടത്തിയ സംയുക്ത പരിശോധനയ്ക്കിടയിലാണ് പ്രതികൾ പിടിയിലായത്. നന്ദഗോപനാണ് വിവരങ്ങളുമായി ചേരുന്നത്. നന്ദൻ, എവിടെ വെച്ചാണ് ഇവർ പിടിയിലായത്? ഒപ്പം ചില വിദേശ ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് പറയുന്നല്ലോ. ഏത് സംഘടനകളുമായിട്ടാണ് ഇവർക്ക് ബന്ധം? ഗൗതം, ഇതുമായി ബന്ധപ്പെട്ട് 3 പേരെ അറസ്റ്റിലായിട്ടുണ്ട്. അതായത് പ്രധാനമന്ത്രി ബീഹാർ സന്ദർശിക്കാനിരിക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ചില സുരക്ഷാ പരിശോധനകൾ നടത്തിയിരുന്നു. ചില രഹസ്യ വിവരങ്ങൾ ഇന്റലിജൻസ് ഏജൻസിക്ക് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് 3 പേർ പിടിയിലായത്. ഈ പിടിയിലായവർക്ക് ചില അന്താരാഷ്ട്ര ഭീകര സംഘടനകളുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പട്നയിലും അതേപോലെ തന്നെ ദർഭംഗയിലും നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. ഇവർ പിടിയിലായ സമയത്ത് ഇവർ ഒളിത്താവളങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ നിന്നും ചില ഉപകരണങ്ങളും മറ്റും പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതായത് ചില റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന ചില എക്യുപ്മെന്റ്സുകൾ ഇവരിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. ഇതിനു പുറമെ ചില സ്ഫോടക വസ്തുക്കളും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ തന്ത്രപ്രധാനമായ ചില ഭൂപടങ്ങളും പോലീസ് കണ്ടെടുത്തു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. വിദേശ ഭീകര സംഘടനകളുമായി പ്രതികൾക്ക് ബന്ധമുണ്ട് എന്നുള്ളത് പോലീസ് സംശയിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ NIA അടക്കമുള്ള സുരക്ഷാ ഏജൻസികൾ ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഇതിന്റെ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. അതേസമയം ഇത്തരമൊരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷ കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട്. ഗൗതം. ഓക്കെ നന്ദൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാൻ ലക്ഷ്യമിട്ട് വന്ന 3 ഭീകരർ ബീഹാറിൽ അറസ്റ്റിലായിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ ബീഹാർ സന്ദർശനത്തിന് മുന്നോടിയായി നടന്ന സുരക്ഷാ പരിശോധനയിലാണ് ഈ 3 പേർ പിടിയിലായത്. ഭീകര സംഘടനകളുമായി, അതായത് ഭാരതത്തിന് പുറത്തുള്ള ചില ഭീകര സംഘടനകളുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ 3 പേരെയും വളരെ വിശദമായി സുരക്ഷാ ഏജൻസികൾ ചോദ്യം ചെയ്തു വരികയാണ്. നന്ദനാണോ വിവരങ്ങളുമായി ചേർന്നത്?